കേട്ടോ. ഞാൻ ഫസ്റ്റ് ചോദിച്ചു. എന്റെ പൊന്നെ മടുത്തു. വരക്കരുത്. ഞാൻ കേറിയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കൂടെ? എന്റെ പൊന്നെ, അയ്യോ ഈ കമ്പിലാണത് കെട്ടിയിട്ടിരിക്കണേ. കമ്പില് ഭയങ്കര സ്ഥലം തന്നെ കേട്ടോ. നോക്ക്, ഇവിടെ നിന്നൊക്കെ പോയാണ്ടല്ലോ. എന്തായാലും നമ്മളൊന്ന് വന്ന സ്ഥലം അടിപൊളി അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ആ കാൽപ്പാട് നോക്കിയേ, അതൊക്കെ ആക്കി നോക്കാം. കാൽപ്പാട് അത് നോക്കിയേ, കാൽപ്പാടുകൾ ഇതുണ്ടോ? അവിടെ സംഭവം തന്നെ കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. ഇതുണ്ടോ ചിപ്പായാൽ അവിടെ പോകുന്നറിയാം. മതി മതി, ആ മേളിക്ക് പോകും. താക്കി മതി മതി, അങ്ങോട്ട് പോണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതേ അടിപൊളിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു സ്ഥലമാണ്. നമ്മളിവിടെ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 പിള്ളേർ കൂട്ടുകാർ വരാനുണ്ട്, ഇപ്പോൾ വരും. നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നടാ? ഞാൻ 10 മിനിറ്റ് കൂടുതലായി ഇവിടെ വന്നിട്ട്. ഇതാ ഇതെന്നെ സ്ഥലം. ഇതേനുണ്ട് ഇതേനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ കയറിക്കൂടെ? എങ്ങനെ കയറും? എങ്ങനെ കയറുന്ന ചോദിക്കണത്? അതിനകത്ത് കയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കയറുമ്പോൾ പിടിച്ചങ്ങ് വെള്ളോട്ട് കയറണം. വലിയൊരു ഗുഹയാണ്. എന്തായാലും കൊള്ളാലോ. അതാ എന്തായാലും നമുക്ക് കയറി നോക്കാം. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് പുതിയ ഒരാള് കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞില്ല ആർക്ക് വേണമെങ്കിൽ. ആ ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞില്ല. എറണാകുളത്ത് നിന്ന് വന്നാട്ടോ. എറണാകുളത്ത് നിന്ന് നമ്മുടെ കൂടെ മല കയറാൻ വേണ്ടി വന്നതാണ്. എന്തായാലും പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്തായാലും മേളിലോട്ട് കയറട്ടെ. ആൾക്ക് നമ്മളെ കൂടെ മല കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തായാലും നല്ലൊരു മലയൊന്ന് കയറ്റാൻ പോണതേ. എടാ ഇതാ സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. താരേ സാധനങ്ങളൊക്കെ സെറ്റാണ്. താരുണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ധൈര്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ധൈര്യമില്ലല്ലോ. എന്തായാലും കയറടാ. ആ കുറച്ചുകൂടി സൈഡിൽ വെച്ചോ. അപ്പം ഞങ്ങൾ എന്തായാലും കയറാൻ പോകുന്നത്. ആളിത് എറണാകുളത്ത് നിന്ന് വന്ന ആള് മുന്നിൽ ഓടി കയറാണ്. എന്താ സ്ഥിതി എന്നറിയില്ല കേട്ടോ. എന്താ സ്ഥിതി എന്നറിയില്ല. എന്തായാലും കയറി നോക്കാട്ടോ. സംഭവമൊക്കെ സെറ്റാണ്. നോക്കണം കേട്ടോ, സ്ലിപ്പാവരുത്. ആവേശത്തിന് പുറത്തെടുത്ത് കയറരുത്. താരാ ഒരു ബമ്പം സാധനം തന്നെ കേട്ടോ. കയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടാ, ഇവിടെ ആരെങ്കിലും വന്നാ അയ്യോ കേറിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കില്ലേ കയറൊക്കെ ഇട്ട് വെച്ചിങ്ങനെ. ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നവരുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ. ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നവരുണ്ട്. തണുപ്പില്ലേ? ഓ എന്റെ മോനെ, അതിന്റെ ഉള്ളിൽ കൂടി കയറേണ്ടത്. കണ്ടോ ഇങ്ങനെ കയറി വരണം. അത് പറഞ്ഞാൽ അങ്ങനെ ഇതുണ്ട്. ഈ മണ്ണ് സ്ലിപ്പാവും. ഇതുണ്ടോ നോക്കണം കേട്ടോ. എടാ നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ ആ സാധനമൊക്കെ കൊണ്ടോ. എന്നിട്ട് നീ കയറിയിട്ട് ഇതെല്ലാം പിടിച്ചാൽ മതി മെല്ല്. അല്ല അല്ലേ നല്ല സ്ലിപ്പുണ്ട്. മണലും കൂടിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് കയറി പോകണ്ട. കയറി നോക്കട്ടെ, സൂക്ഷിക്കണം. നല്ല കയറി ചെയ്യണം. ലൈറ്റ് കയ്യിൽ വെച്ചേട്ടോ. ഓ അങ്ങോട്ടൊരു ഗുഹയാണല്ലോ. അങ്ങോട്ടേ അതാ പറഞ്ഞേ. നല്ലോണം കയറിയിട്ടാ. ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ വരും. ഇപ്പൊ ഇല്ല.
ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ കയറിക്കോ, നേരെ കയറിക്കോ, അഗ്നിക്കും കയറിക്കോ. അല്ല ബാക്കിയുള്ള നേരത്തെ തരാം, നേരത്തെ തരാം. ഞാൻ കയറല്ലേ? ആ കേട്ടോ. കുറച്ചുകൂടെ അത് അവിടെ വലിയുണ്ടല്ലോ. ആ അതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. കാറിന്റെ എഡ്ജ് നോക്കടാ. അങ്ങോട്ട് എൻട്രി ഉണ്ടല്ലോ. നമ്മോട്ടെ എന്റെ മോനെ. ഞാൻ ലൈറ്റ് പിടിച്ചു തരാം. അകിരം കഴിക്കാം. ആ പിടിച്ചോ. എന്റെ പൊന്നെ. എന്റെ പൊന്നു. ഈ ഗുഹയും കീഴടക്കി എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ല ഇടക്കൊന്നും ഇങ്ങനെ ഇതുവരെ കയറണം. അടുത്തു ഒന്നിരിക്കട്ടെ കേട്ടോ. മടുത്തു. കയറ് ബാലൻസ് അവിടെ ഇനി അങ്ങോട്ട് കാര്യമില്ല. എന്റെ മോനെ നോക്കിയാ എത്ര ദൂരം നമ്മൾ വന്നേന്ന്. ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങ്. കൊള്ളാം. എന്റെ അമ്മേ. നമ്മുടെ സാധനങ്ങളൊക്കെ ദേ തൽക്കാലം ഇവിടെ വെച്ചു. ഇനിയും മേലോട്ട് കയറാൻ കേട്ടോ ഇതിലെ. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ നോക്കിയാലും കയറുണ്ട്. എന്തേ? ആ ഇവിടെയും കയറിട്ടുണ്ടോ? കയറുണ്ട്. അവിടെ എന്താ മേളിലെന്താ സ്ഥിതി? സൂക്ഷിക്കണം കേട്ടോ, നല്ലോണം സൂക്ഷിക്കണേ. ഇല്ലല്ല വിട്ടോ, ഈ വിട്ടോ, വിട്ടോ വിട്ടോ. വഴിക്കണ നോക്കണേ, വഴിക്കരുത്. നോക്കട്ടെ. നോക്കി നോക്കി നോക്കി. ഞാൻ കേറിയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറിക്കൂടെ? ഏതാ ഇതതിനുണ്ട്. മേലോട്ടോ? എന്റെ മോനെ ഇതൊന്ന് പിടിച്ചോ. സിപ്പാർത്തിട്ടാ രണ്ട് കല്ല് നിൽക്കുന്നുണ്ടോ? എന്താ അവസ്ഥ? അത് നോക്ക്, അത് നോക്ക്. എന്താ അവസ്ഥ? സൂക്ഷിക്കട്ടോ. നമ്മൾ കഴിഞ്ഞ വട്ടേ ഒരു 3-4 മണിക്കൂർ എടുത്ത ഒരു മല കയറിയില്ലേ, പക്ഷെ അതിനെക്കാട്ടി സെറ്റാണ് ഇത്. പക്ഷെ അതിനേക്കാൾ ഡേഞ്ചർ ഒരു ഏരിയ കേട്ടത്. എന്താ വെച്ചാൽ കൈ വിട്ടാൽ തീർന്നത് കണ്ടോ. ഇവിടുത്തെ ഈ ഒരു സ്ഥലം കണ്ടോ, ആളെ പിന്നെ നോക്കണ്ട, പൊടിയായിട്ട് വരും കണ്ടോ. പിന്നെ അടിച്ചു വാരി എടുക്കാനേ പറ്റുള്ളൂ. ആ മല അല്ലേ ഇത്? വേറൊരു മല ഉണ്ടോ? നമ്മൾ കഴിഞ്ഞോട്ട് ഈ മലയുടെ അടുത്ത് തന്നെയാണ് അന്ന് തന്നെ നമ്മൾ വീഡിയോ എടുത്തത്. ഈ മലയുടെ ഓപ്പോസിറ്റ് താഴ്ഭാഗമല്ല, അതിന്റെ ഈ സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ആ കല്ലിന്റെ മൂട്ടിൽ നിന്ന് പോയി നോക്കണം കേട്ടോ. അത് എങ്ങനെ നിക്കണെന്ന് ഒരു ഐഡിയ. കല്ല് അതിന്റെ അടിയില് ഒന്ന് നോക്കണം. കല്ലെങ്ങനെ നിക്കണെന്ന് അറിയണല്ലോ. ഈ കല്ലല്ലേ? മറ്റേ പുള്ളി പറഞ്ഞ ഒരു ആപ്പ് വെച്ചിക്കണോന്ന് അറിയണല്ലോ. അടിയില് കൊടുത്ത് നിർത്തിയിരിക്കല്ലേ. സൂക്ഷിക്ക്. ഞാൻ കറട്ടെ. എന്റെ പൊന്നെ, എവിടെ?
അയ്യോ ഈ കമ്പിലാണ് അത് കെട്ടിയിട്ടിരിക്കണേ. കമ്പില് ഇതൊക്കെ മരം. ഈ കമ്പിലാണ് ഇത്രയും ഹെവിയായി കയറ് കെട്ടിയിട്ടിരിക്കുന്നത്. അതൊക്കെ മരം ഇളകുന്നുണ്ട്. ഇലയില്ല മരത്തിൽ. ഉണക്ക കമ്പ്. എന്റെ പൊന്നെ ഭയങ്കര സ്ഥലം തന്നെ കേട്ടോ. അതൊക്കെ ഇവിടെ നിന്നൊക്കെ പോയാണ്ടല്ലോ. പിന്നെ ഒരു ചൂലും ഒരു അടിച്ചു പോയി. അതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലേ. ചന്ദനമരമൊക്കെ അത് വെട്ടിയിട്ടിരിക്കണേ. ചന്ദനമരണ്ടോ? ഉണ്ടോ? ചന്ദനമരം കാണാത്തവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് അത് വെട്ടിട്ടൊക്കെ വെട്ടിയതാണ്. വെട്ടിയത്. അവിടുന്ന് വെട്ടിയതാന്ന് തോന്നുന്നുണ്ട്. നടക്ക് അങ്ങോട്ടും നടക്കാം. അവിടെ ഒരു ഗുഹ പോലെ ഉണ്ടല്ലോ. ഇതാരോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചാമ്പിയതാ. അതിന്റെ അടി കൊണ്ടുപോയിട്ടോ അല്ലേ? നല്ല കഷ്ണം കൊണ്ട് വലിയ കഷ്ണം കൊണ്ടുപോയി. നല്ല പീസ് കൊണ്ടുപോയി അല്ലേ? അടി മുറിക്കാൻ. ഇതാണ് ഈ ചന്ദനം എന്ന് പറയുന്ന സാധനം. നമ്മളൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി കാണും. ഇപ്പൊ കണ്ടില്ലേ? അത് അങ്ങോട്ടൊരു ഗുഹ. ഇത് വെള്ളച്ചന്ദനാണ്. അപ്പൊ പല മണത്തോക്ക്. രക്തചന്ദനം ഉണ്ട്. മണൊക്കെ പോയി. വേറെന്തോ മണല്ലോ. ഇവിടെ ഒരു ഇതുണ്ട്. ഇതല്ല നോക്കി. ഇത് ഇത്ര ഉള്ളൂ. ഇത് ഗുഹ എന്ന് പറയാനില്ല. ഇത് ചെറിയൊരു എൻട്രി അത്രേ ഉള്ളൂ. ഇതൊരു ഗുഹ എന്ന് പറയാനില്ലടോ. എന്തായാലും നമ്മളൊന്ന് വന്ന സ്ഥലം അടിപൊളി അടിപൊളി സ്ഥലം. ഒരു രക്ഷയില്ല. നമ്മളെ കൂടെ എറണാകുളത്ത് നിന്ന് വന്ന അതാ ആള് ഇന്നിപ്പോൾ എന്താ പറയാന്നറിയില്ല. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എന്താ സ്ഥിതി എന്നറിയില്ല. എങ്ങനെയുണ്ട് നമ്മളെ ഏരിയ? എങ്ങനെയുണ്ട്? എത്താൻ കുറച്ച് പാടാ. അല്ല പറയ്. എത്തിപ്പെടാനേ കുറച്ച് പാടാണ്. അതാ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളെ നമ്മുടെ പരിപാടിയില്ല. താരെ പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നു. എന്റെ മോനെ പണ്ട് കല്ല് പൊട്ടിച്ച സ്ഥലമാണോ? ഇവിടെയൊക്കെ പണ്ട് കല്ല് പൊട്ടിച്ചതല്ല. അതെ എന്റെ ഒരു ഭാഗം ഉണ്ടോ? ഉണ്ടോ? ഇത് എന്നിട്ട് ഇപ്പൊ എന്താ നിർത്തലാക്കിച്ചതാ? ഇതൊന്നിപ്പോ പാടില്ലല്ലോ. ഇനി വയനാട്ടിൽ എവിടെയും കല്ല് പൊട്ടിക്കാനും പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വയനാടിന്റെ അവസ്ഥ കേട്ടോ. അതെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? അവനവിടെ ഇവനെ വേറൊരു പ്രശ്നമുണ്ട്. ഇവൻ പെട്ടെന്നേ മുങ്ങിക്കളയും. മിണ്ടാതെ പോയി കളയും. ഒരു 3-4 വിളിച്ചാൽ വിളി കേൾക്കുള്ളൂ. ഇതേ അളിയൻ പോയി. അളിയന്റെ പരിപാടി തുടങ്ങി. ഇതേ ഡേഞ്ചർ. എന്താണ് എങ്ങനെ കയറും? അതിൻ്റെ ഉള്ളിലൊന്നും കയറണ്ട കേട്ടോ. അല്ല കരടിയൊക്കെ ഉണ്ടാവും. കരടിയൊക്കെ ഉള്ള ഏരിയ ആണതേ. ഇതൊക്കെ കാൽപ്പാട് നോക്കിയേ. അതൊക്കെ നോക്കാം. കാൽപ്പാട് ഉണ്ടാവും. അത് നോക്കിയേ. എന്നറിയോ കാൽപ്പാടുകളും ഇതുണ്ടോ? അവിടെ സംഭവം തന്നെ കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. ഇതുണ്ടോ? ഈ മുള്ളൻപന്നിയൊക്കെ കുഴിച്ചിട്ട് പോകില്ലേ? അതേ സെറ്റ് കേട്ടോ. ഇതവിടെ എന്തോ ഒരു സംഗതി കുഞ്ഞുങ്ങളെ ഉണ്ടാവും. അതിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും. കാരണം എന്താ അറിയോ? ഇങ്ങനെ ടൈമിനെ വരുള്ളൂ തിന്നാൻ കൊടുക്കാനേ. ഒരു റൂം പോലെ ഉണ്ടല്ലേ. സംഭവം ഡേഞ്ചർ ആട്ടോ. ഇവിടെയൊക്കെ നമ്മള് അല്ലേ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാനേ പറ്റടാ. മോനെ അങ്ങോട്ട് പോണ്ടാ. അങ്ങോട്ട് പോകണ്ട. ഡേഞ്ചർ തേടി പോകണൊരു പ്രശ്നമുണ്ട് ഇവന്. ചെറിയ ഇടുക്കുവഴി ആയാലും മിണ്ടാതെ ഒരു പോക്കും. അങ്ങോട്ട് പോകണ്ട മോനെ. അവിടെ പോയിട്ട് കാര്യമില്ല. ഈ ഒരു പാറയില്ലേ ഇതാ ചെറിയൊരു ഇതേ ഉള്ളൂ. ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ നോക്കി നോക്കണം. എന്ത് അവിടെ സ്ലിപ്പാകുന്നു? സംഭവം നോക്കാം. സ്ലിപ്പായാലും അവിടെ പോകുന്നറിയോ? മതി മേളിക്ക് പോകും. താഴേക്കൂല. മതി അങ്ങോട്ട് പോണ്ട. ഇതൊക്കെ രണ്ടാമത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ താഴെ പോയേനെ. ഉരുണ്ട് പോകൂലേ? വിണ്ട് കിടക്കല്ലേ പാറ? വിണ്ട് കിടക്കണേ. ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ട് ഇറങ്ങണ്ട. നടക്ക്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. നീ ചാടുക. അതാ പേടി. ചന്ദനത്തിനാ സൂക്ഷിച്ചിട്ടോ. നോക്കി പോവേ. സൂക്ഷിച്ചു പോട്ടോ. ഇനി നോക്കിയിറങ്ങിട്ടോ. ഇതിനൊക്കെ നോക്കിയിറങ്ങേ. സൂക്ഷിച്ചിറങ്ങിട്ടോ. അട്ടയൊന്നുമില്ല ഇവിടെ. പാറയല്ലേ. പിടിക്കട്ടെ. ഇറങ്ങിക്കോ. രണ്ടാളും കൂടി പിടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് ആടരുത് കേട്ടോ. ആടിയ ഒരു പോക്ക് പോവേ. ജാമാവരുത് കേട്ടോ. ഇല്ല കുഴപ്പമില്ല. പോട്ടെ. ഞാനിവിടെ നിന്ന് പിടിച്ചിറങ്ങാം. സൂക്ഷിച്ചിട്ടാ.
സ്ലിപ്പായിരുന്നിട്ടാ സ്ലിപ്പായിരുന്നിട്ടാ മോനെ. കൈ ചൂടാണോ? കയറേ ഇത് ഒന്നാമത് ഇത് ചൂട് പ്ലാസ്റ്റിക്. സൂക്ഷിക്കണട്ടാ, പ്ലാസ്റ്റിക് ചൂടാവേ. ഇവിടുന്നൊന്ന് വിശ്രമിച്ചു. എൻ്റെ അമ്മേ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലേ നോക്ക് സ്ലിപ്പല്ലേ. കൊണ്ടോ പറഞ്ഞത് കറക്റ്റാട്ടോ. കൈ പിടിക്കുമ്പോഴേ അല്ലോ മേലോട്ട് കയറല്ലേ? അവിടെ മേളിൽ പോയിരുന്നു കഴിക്കാല്ലേ ഭക്ഷണം? അവിടെ ഇരിക്കാൻ പറ്റൂടാ? ഞങ്ങളെന്തായാലേ കുറച്ചുകൂടി ഇതിന്റെ മേളിലോട്ട് പോലെ ഉണ്ടല്ലോ, അങ്ങോട്ട് കയറാൻ പോകട്ടോ. സ്ലിപ്പായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും എടുക്കണ്ടോ? ഇല്ല, നമ്മുടെ ബാഗും ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കട്ടോ. അതാ അത് ഇത് ഇങ്ങനെ കയറുമ്പോ സൂക്ഷിക്കട്ടെ. അതൊക്കെ ഇവിടെ വെള്ളാണേ. സെറ്റ് ചെയ്ത് വെച്ചോ. ലൈറ്റായിട്ട് സെറ്റ് ആയിക്കോ മോനെ. സ്ലിപ്പാവേ. പൊങ്ങുമ്പോ തല തട്ടണ നോക്കണേ. പൊന്നെ വേണ്ട, ഇനി എനിക്ക് താഴ്പ്പിട്ട് കയറി വരാൻ വയ്യ. മോനെ മുള്ളമണ്ണിന്റെ മുള്ളു ഇവിടെ മുള്ളമണ്ണീടെ മുള്ളു എന്റെ മോനെ. മോനെ താർപ്പായിരിക്കും, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. ഇവിടെ ഇനി അങ്ങോട്ട് കയറി പോലെ. എവിടാ ടോർച്ച്? ഇനി അങ്ങോട്ട് കയറല്ല. വേണ്ടോ അങ്ങനെ കയറണ്ട, നിനക്ക് കുറച്ച് ഡേഞ്ചർ കൂടുതലുണ്ട്. നോക്കണട്ടോ, സൂക്ഷിക്കണേ. ആ അവിടെ അങ്ങോട്ട് കയറി പോകുന്നുണ്ടല്ലോ. ഓനോട് പോയാ അങ്ങനെ പോവല്ലേ? ടോർച്ചിന്റെ കയ്യിലേ അവിടെ എന്താ സംഭവം? ഇതുപോലെ ഗുഹ തന്നെ അല്ലേ? ഇനി അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ ഇതേപോലെ നടന്നു പോവാ. അത്രയും ദൂരം? പ്രേതപ്പാടത്തിലൊക്കെ ഈ വവ്വാലും കൂട്ടം കാണൂലേ, അതേപോലത്തെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഈ എട്ടിപ്പാടത്തിലൊക്കെ ഈ വെള്ളക്കാരിയൊക്കെ എടുത്തിട്ട് വരുന്നല്ലേ, അപ്പൊ ഒരു കൊറേ വവ്വാലുകൾ വരുമല്ലോ. കൊറേ അങ്ങുണ്ട്, ഈ മലേന്റെ അപ്പുറം സൈഡൊക്കെ പോയി ഇറങ്ങാൻ കൊണ്ടുണ്ട്, അത്രക്ക് ലോങ്. അപ്പൊ എന്തായാലും നമ്മള് ഏകദേശമൊക്കെ കയറി. ഇനി മേളിലോട്ട് പോവാം, പക്ഷെ ഡേഞ്ചർ അല്ലേ? കുറച്ച് ഡേഞ്ചറും ആണ്. വവ്വാലിന് കൊണ്ട് ഫുള്ള് വവ്വാലും ഈ കൂട്ടം. വവ്വാല് വാവലൊക്കെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. കേറി വന്നിട്ട് ഇവിടെ ഒരു ലീക്ക് വെള്ളം ഇങ്ങനെ അത് താഴെ ഈ സ്ഥലങ്ങൾ കാണുന്നുണ്ടോ? ഇത് താഴെ കയറി വന്ന കേട്ടോ. എന്താ നോക്കിയ വല്ലാത്തൊരു ഗുഹ ഉണ്ടായില്ലേ? ഇരുന്നിട്ട് അധികം മണമുണ്ട്. ഇതിന്റെ ആണോ? മുള്ളമ്പന്നിന്റെ മണമാണ്. ഇത് മണല്ലേ? പശുവിന്റെ ഒക്കെ പോലെ, പട്ടിയുടെ ഒക്കെ ഒരു മണം. പട്ടിയുടെ ഒക്കെ ഒരു മണം അല്ലേ? കുഞ്ഞുങ്ങളെന്തെങ്കിലും ഇല്ല, വാവന്റെ കുട്ടികളില്ല. കരടി ഉണ്ടാവും, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കരടി ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ കരടി ഉണ്ടാവുക, ഇങ്ങനത്തെ പാറപ്പത്തില്. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന്. നല്ല സ്മെല്ല് കയറിയപ്പോ. ആ അതാ പറഞ്ഞു, ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ടോർച്ച് പിടിച്ചു ആടാ, കാത്തിരിക്കുന്ന സ്മെല്ല് കൂടെ ഉണ്ടല്ലോ. എവിടെ ടോർച്ച്? അതിന്റെ ഉള്ളിലേക്ക് അടിച്ചു നോക്കട്ടെ. ഭയങ്കര കുത്തുന്ന സ്മെല്ല്. അയ്യോ ഇവിടെ നോക്കണം. പേടിപ്പിക്കല്ലേ, ഞാൻ ഓടിക്കളയും. എന്റെ മോനെ ഇടോ, ഇതിന്റെ ഉള്ളിലൊക്കെ എന്തോ സ്ഥിരമായിട്ട് പോണ വഴിയാണ് ഇത്. ആ വഴിയല്ല, അവിടം വരെ ഇപ്പൊ ഞാൻ പോയേ. അത് അപ്പുറത്ത് കൂടെ ഇതിന്റെ മേലെ കൂടെ അല്ലടാ, ഈ സൈഡിൽ കൂടെ തന്നെ. അത് അവിടെ എഡ്ജ് കിട്ടും. ആണോ? അവിടം വരെ പോയി. അല്ലടാ, ഈ പോയത് ഈ സൈഡിൽ കൂടെ. എന്റെ മോനെ അവിടെ ഭയങ്കര ഗുഹയാണ്. പറഞ്ഞവര് ബാബുര് വരുന്നുണ്ടാ. വാവലിന്റെ സ്മെല്ലാണത്. അങ്ങോട്ട് പോയാലേ
അത് നോക്കിയോടാ. നമ്മള് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. പിന്നെ അവിടെ നമ്മൾ ഈ ലൈൻ കമ്പിയിലൊക്കെ തൂങ്ങി കിടക്കണ കണ്ടിട്ടില്ലേ, അതേപോലെ അതേപോലെ തലയിൽ വന്നിരുന്ന ചിലപ്പോ പോവില്ല. നമുക്ക് കഴിക്കാം, ഭക്ഷണം കഴിക്കാം അല്ലേ ഇല്ലടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഭക്ഷണം മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാല് നമുക്കറിയാം ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ പറ്റില്ല എന്ന്. എന്താ വെച്ചാൽ അതുപോലത്തെ ഒരു ഏരിയ ആണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഭക്ഷണം കൊണ്ടുവന്നു. എന്തായാലും അത് കഴിക്കട്ടെ. ഇവിടെ തന്നെ കഴിക്കണം. എന്തേ സ്മെല്ല് കൂടുന്നുണ്ട്. അത് സാറില്ല, അത് നോക്കണ്ട. അതാ പാവല അവിടെ നിന്ന് കളിക്കുമ്പോ അത് സാറില്ല കേട്ടോ. തിന്നാ പോലെ പറ്റൂലെങ്കിൽ ഇവിടെ കഴിക്കണ്ട. നമുക്ക് താഴെ പോവാം അല്ലേ? സ്മെല്ല് മൂക്ക് കുത്തി കയറുന്നു. എന്നാ താഴെ ചിലപ്പോ എന്താ കഴിച്ച ഭക്ഷണം ചിലപ്പോ ഛർദിച്ചു പോകും ചിലപ്പോ. ശരി, അപ്പൊ നമുക്ക് അതെന്തായിരിക്കും സ്മെല്ല്? വാവലിന്റെ എന്താ ചത്തുണ്ടാവും അതിന്റെ അകത്ത്. ചത്ത സ്മെല്ലല്ല, പക്ഷെ ഈ കാറ്റടിക്കുമ്പോഴാണ് കേറി ഇങ്ങോട്ട് ഇപ്പത്തല്ലേ ചത്തിട്ട് കുറേ ആയിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ മുള്ളമന്നിയുടെ മുള്ളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മുള്ളമന്നിയാണ് എന്താ പറയുക, നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. ഒരു ജാതി ഈ പട്ടിക്കൂട്ടിലൊക്കെ പോയൊരു സ്മെല്ലുണ്ടല്ലോ, പറയാൻ പറ്റില്ലടോ. കരടിയൊക്കെ ഉണ്ടാവും അല്ലേ? നല്ല മണമ്പലുണ്ട് കാറ്റ് വരുമ്പോ. ചിലപ്പോ നമ്മള് ഭക്ഷണത്തിൽ കൈ കുത്തിയിട്ട് ചിലപ്പോ സ്മെല്ല് വരുമ്പോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ പോയിട്ട് കഴിക്കാം. താഴെ അതോ ഇവിടെയാ? ഇവിടെ നമ്മള് ബാഗ് വെച്ചില്ലേ, അതാ സെറ്റപ്പ്. വല്ലാത്തൊരു ഫീലിംഗ് തന്നെയല്ലേ ഇവിടെ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ നല്ല സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. പക്ഷെ AC റൂം പോലെ ഉണ്ട് അല്ലേ? നമ്മുടെ തല മുട്ടുന്നുണ്ട്, ഇരുന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നാ പതുക്കെ ഇറങ്ങി നോക്കി ഇറങ്ങട്ടോ. അപ്പൊ ഈ ഐറ്റ് കൂടിയ ആൾക്കാർ ഇരുന്ന് നിരങ്ങ ഇതണ്ട. അതിലല്ല അതിലല്ല, നീ എങ്ങോട്ട് പോണു? വഴി മാറിയോ? റിവേഴ്സ് വരണം. വണ്ടിക്ക് വേണം. മെല്ലെ പോവാ. ഇരുന്ന് നിരങ്ങേണ്ടി വരും കേട്ടോ. ലൈറ്റ് വേണം. വേണ്ട, എനിക്ക് ലൈറ്റ് ഉണ്ട് മോനെ. കേറിയപ്പോ ഇത്ര റിസ്ക് വന്നില്ല. കേറിയപ്പോ ഇത്ര റിസ്ക് വന്നില്ല. ഇരുന്ന് നിരങ്ങിയേ പറ്റൂ. നീ അങ്ങോട്ടൊന്നും അടുത്തല്ലേ, ഇവിടെ പോയിട്ട് എന്ത് പുറം തട്ടി നോക്ക് നോക്ക്. അതിലിറങ്ങല്ലേ, അതിലിറങ്ങല്ലേ മോനെ. അത് ഇവനൊരു ജാതി. ഇതിലിറങ്ങ. ഓനാണ് ഇപ്പൊ എനിക്ക് ഇതിലിറങ്ങടാ. ഇതുമ്മ പിടിച്ച് ഈ പാറിന്റെ സൈഡിൽ കൂടെ പിടിച്ചിട്ട് അതിലിടാ ഞാൻ കേറിയത് ഇല്ലേ? അല്ലേ? എന്നാ ഇതിലൂടെ സ്ലിപ്പ് ഔട്ടോ, സ്ലിപ്പ് ഔട്ടോ, എന്റെ പായലുണ്ടോ? സ്ലിപ്പ് ഔട്ടോ നോക്കണേ. അത് പിടി. ഞങ്ങൾ എന്തായാലും ഇതേ ഇവിടുന്ന് കഴിക്കാൻ പോട്ടോ. വയ്യ, ഇനി മേളിലോട്ടൊന്നും കയറാൻ വയ്യ. റിസ്ക് എടുത്തിട്ടാണ് മേളിൽ കയറി പായൊക്കെ വിരിച്ച് ലൈറ്റൊക്കെ സെറ്റാക്കി നമ്മൾ ചെയ്തു ഇല്ലടാ. പക്ഷെ സെറ്റായിരുന്നു. പക്ഷെ ആ സ്മെല്ല് ഭയങ്കര സ്മെല്ല്. നമ്മൾ ഇവിടെ തന്നെ കഴിക്കാം കേട്ടോ. അതെ, എന്നാലും അവിടെ തന്നെ ഛർദിക്കില്ല. ഇവിടെ തന്നെ സെറ്റാക്കാം അല്ലേ? ഓ, ഇവിടെ സെറ്റപ്പാ. എന്തേ അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ്. മടുത്തിട്ടോ, ശരിക്കും ക്ഷീണിച്ചു ഇല്ലടോ. കൈ കഴിക്കാം. മുള്ളമന്നിയും കരടിയൊക്കെ ഉള്ളതാ അവിടെ. അവിടെ ഇവിടെയൊക്കെ പോയി പിടിച്ചാലേ. അല്ല, സെറ്റപ്പ് ബിരിയാണി കഴിച്ചു നോക്കിയോ നിങ്ങള്? ഇല്ലല്ലേ? ഇല്ലല്ല, കഴിക്കാൻ പോണു. ഞാനുണ്ട്, നോക്ക് കഴിച്ചിട്ട്. ഒന്ന് പൊട്ടിക്കട്ടെ. ഞാൻ ഞാനുണ്ട്. ചിക്കനാണെന്ന് ഉദ്ദേശിച്ച് ചിക്കൻ വാങ്ങാൻ വിചാരിച്ചപ്പോ നിങ്ങള് ബീഫ് മതി എന്ന് പറഞ്ഞോണ്ട്. നല്ല ദമ്മിട്ട് അടിപൊളി ബീഫ് ബിരിയാണി കേട്ടാ. അപ്പം എന്തായാലും ഇത് കഴിക്കട്ടെ. ഇത് രണ്ടും കൂടെ നടക്കൂല, പിടിക്കലും കഴിക്കലും ഒക്കെ കൂടി. അപ്പോൾ ഇത് കഴിക്കാം അല്ലേ? കഴിച്ചുകൊണ്ട് കാണാം. ഓക്കെ, അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഞങ്ങൾ ഫുഡ് അടിച്ച് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചേരം റെസ്റ്റ് എടുക്കണ്ടോ? അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. കുറച്ചേരം എന്തെങ്കിലും പോയി റെസ്റ്റ് എടുക്കട്ടെ. അവിടെ സുഖമായിട്ട് കിടക്കായിരുന്നു. പക്ഷെ അവിടെ മണാന്ന് പറഞ്ഞിട്ട് എങ്ങനെ സ്മെല്ലും തരും. ഇപ്പോൾ നമ്മൾ ഫുഡ് അടിച്ച് മൊത്തം ഇട്ടം പോരും. മാത്രം മതി. പോണോക്കെ നമുക്ക് ഏതെങ്കിലും വേസ്റ്റ് പാത്രം ഉണ്ടാവും റോഡ് സൈഡിലേക്ക്. നമ്മളെല്ലാരും ചെയ്യണമല്ലോ, നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അത് പറ്റില്ല. ഇവിടെ ഉണ്ട് കള്ളുടിച്ചിട്ട് കള്ളുടിയന്മാർ കുപ്പി പൊട്ടിച്ചിട്ട് എന്നാൽ കുടിച്ചിട്ടങ്ങ് പോയാൽ പോരോടോ.
അല്ല കുടിച്ചിട്ട് പോയാ പോരെ. അത് രസം വേണ്ടേ? അല്ല ശരിയല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? നല്ല തണുപ്പുള്ള സ്ഥലം, നല്ല കാട്, കുടിച്ചിട്ട് പോയാ പോരെ. ഈ കുപ്പി പൊട്ടിച്ചിടണം എന്തിനാ കള്ളന്മാര്? അവർക്ക് മാത്രം വന്ന് കുടിച്ചാൽ മതിയോ? നമുക്കും കുടിക്കണ്ടേന്നല്ല ഞാൻ പറഞ്ഞത്. കുടിക്കാത്ത ആൾക്കാരോട് കുടിക്കണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് കുറച്ചേരം അവിടെ കയറിയിട്ട് ഓർത്ത് കേട്ടോ, കഴിഞ്ഞ വീഡിയോസിൽ ഏതോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഏതടിച്ച ജിന്നാണോന്ന് ചോദിച്ചാൽ അത് നിന്നോട് ചോദിച്ചു. ആ ഇന്നോട് ഞാൻ ഇവനോടെ ഇവൻ ഏതാ അടിച്ചത് ജിന്നാണോന്ന് വേറെ ആരോ ഒരാള് കമന്റ്. ഇവന്റെ കളി കണ്ടു കഴിഞ്ഞാൽ ജിന്നടിച്ച പോലെയാണ്. എന്താ വെച്ചാൽ പാറമെടുത്ത് ചാടുന്ന് ഓടുന്ന്, ഇതൊക്കെയാണല്ലോ പരിപാടി. അടുത്തത് അതിൻ്റെ മേലെ കയറാനാ നടക്ക്, ഇപ്പോഴല്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. പിന്നെ ഇനി ഒരു ദിവസം ഞങ്ങൾ നൈറ്റ് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യും അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു വലിയൊരു മലേന്റെ. അല്ല അത് വേറെ, പക്ഷെ ഇവിടെ ചെയ്യായിരുന്നു. കാരണം എന്താ പറയുക, ഭയങ്കര മണം വരും. നമ്മളിപ്പോ ചോറിനാൻ വരെ അവിടെ ഇരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ആ മേളത്തെ ഇതിന്റെ അല്ലേ? അപ്പൊ ഇവിടെ നിക്കല് നടക്കൂല, ഇവിടെ വന്നു പോക്കേ നടക്കൂ. സ്റ്റേജിൽ നടക്കൂല, ആ ഗുഹയിലെ സ്റ്റേജിൽ നടക്കൂല. അതുമല്ല അവിടെ നിറച്ച് മുള്ളമ്പന്നി അതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. പിന്നെ ഇനിയിപ്പോ താഴെ ഇറങ്ങണ കാര്യമാണ് കഷ്ടം. നോക്കട്ടെ കേട്ടോ. എല്ലാം എടുത്തില്ലേ? ലൈറ്റ് ഒക്കെ എടുത്തില്ലേ? നടക്കരുത്, ബേക്കിലെ ബേക്ക് ലൈറ്റ് ഒക്കെ എടുത്തില്ലേ? ആ ബാഗ് എടുത്തോ, ലൈറ്റ് അതിൽ വെച്ച്, മറ്റേ ചെറിയ ബൾബേ. ഇത് ഈ സ്റ്റാൻഡ് പിടിക്കുവോ? ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടുന്ന് ഇരുന്നാ കൊടുത്തോ. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ, തല മുട്ടരുതേ, കുനിഞ്ഞിറങ്ങണം കേട്ടോ. കയറ് പിടിച്ചോ മോനെ സൂക്ഷിക്കിട്ടാ. കേറാൻ കുറച്ച് എളുപ്പമായിരുന്ന. ആ അതിലിറങ്ങി അതെ ഇല്ല, ഈ പാറമ്മ കയറ്. എടാ ഇതില ഈ പാറമ്മക്ക് ഡേഞ്ചർ നോക്കി പോവാ. ഡേഞ്ചർ നോക്കി പോയതാ. ഓരോരുത്തർ ഇറങ്ങി, അല്ലെ കയറിൽ ജാമാവേ, കയറിൽ ജാമാവേ. ഓ പിടിച്ചാ. സൂക്ഷിക്കണം കേട്ടോ, കയറിന്റെ ഇപ്പുറത്തായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നു. വല്ലാത്തൊരു ഏരിയ തന്നെ കേട്ടത്. ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ, ഇനി സൂക്ഷിക്കണം കേട്ടോ. ഇനിയാണ് കുറച്ച് ഡേഞ്ചറേ മോനെ. ഇരുന്ന് നിരങ്ങട്ടി വരും, അതാണ് തലമുട്ടാണ്. അതായത് ശ്രദ്ധിക്കണം കേട്ടാ. അതായത് കല്ലൂടി വരണട്ടോ. ഇന്നലെ കയറ് വലിയുണ്ട്, എന്താ പറയാ, അവിടുന്ന് ചുരുട്ടിക്കുട്ടിട്ട് നമ്മളിതേ വന്ന സ്ഥലം ആ ഒരു ഗ്യാപ്പാട്ടാ. എന്റെ പൊന്നെ, ഇറങ്ങിക്കോ, ഇറങ്ങി ഫുള്ളിറങ്ങി. അവിടെ സേഫായിട്ട് നിന്നോ. ചേരട്ടെ, കയറ് കൊടുത്തേ. കയറിട്ടോ. നോക്കിവാ ബാക്കിലോട്ട് നോക്കിവാ. എവിടെയും പിടുത്തം കിട്ടുന്നില്ലടാ. എന്നിട്ടേ നിൽക്കുള്ളൂ അല്ലേ?
ഇതിന്റെ ബാക്കി ഇരിക്കണോക്കെ ഇതാ ഈ ഒരു പാളി, ഇത് ഈ ഒരു കഷ്ണം, ഇവിടുന്ന് ഈ ഒരു കഷ്ണം ഇവിടുന്ന് പോകുന്നതായിരിക്കും. അങ്ങോട്ട് നോക്കുമ്പോഴേ ഇത്ര ഭാഗമേ ഉള്ളൂ. അതാ ഇവിടുന്ന് നോക്കുമ്പോൾ ഇല്ല കേട്ടോ, പക്ഷെ നമ്മൾ എന്തോരം ദൂരം പോയില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങളെ മറ്റൊരു പൊട്ടിക്കാൻ വേണ്ടി തൊടാത്ത പാറ പൊട്ടിക്കില്ല. പാറ പൊട്ടിക്കാൻ വേണ്ടി ഹോളിട്ടിരിക്കാനുണ്ട, ഇപ്പോഴല്ല ഒക്കെ പണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗുഹ. അതാ ഞാൻ ആ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ബോർഡ് കാണിച്ചു ഞാൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ മല കയറി ഇറങ്ങി. സമയം എത്രയായി? 5:15 ഞങ്ങള് 5:50 5:50. അതെ, ഞങ്ങള് 12 മണി, ഏകദേശം 12 മണിയായില്ലേ, 12 മണിക്ക് വന്നാട്ടോ. അപ്പൊ ഏകദേശം 6 മണി ആവാറായി, 5:45. ഇവരുടെ നോക്കുമ്പോഴേ ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് നമ്മള് ഈ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ നമ്മൾ കയറിയത്. ഒരു പാറ നിൽക്കുന്നില്ലേ, അത്ര ലോങ് നടന്നു പോയിട്ടുണ്ട്. മേലോട്ട് അല്ലേ? മേലോട്ട് നിക്കണ പാറ, ആപ്പ് കയറ്റിയ പാറ അതാ. അതല്ലേ ആ ഒരു പാറ. അപ്പൊ ഇതൊക്കെയാണ്, ഇതാ നമ്മുടെ ഏരിയ കേട്ടോ. ലൊക്കേഷൻ കാണിച്ചു തരാം. അതെ, ചീനിക്കമൂല ഗുഹ. അതെ, സ്ഥലപ്പേര് അമ്പലവേലി, എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്തായാലും നമ്മൾ ഒരു ദിവസം നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യും. ഓക്കെ അല്ലേ? നീ പോകുന്നതിന് സ്റ്റേ ചെയ്യില്ലേ? ഞങ്ങളവിടെ സന്തോഷമായിട്ട് പോന്നു. ഉള്ള വേസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്നും ഞങ്ങൾ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം വൃത്തിയേടായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഈ കള്ള് കുടിക്കാൻ വന്നിട്ടേ കള്ള് കുടിച്ചിട്ട് ആ കുപ്പിയോടെ പൊട്ടിച്ചിടുക, അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇത്രയും നല്ല സ്ഥലത്തൊക്കെ വന്നിട്ട് ഇമ്മറെ തെമ്മാടിത്തരങ്ങളല്ലേ കാണിക്കുന്നത്. പോട്ടെ അല്ലേ? എന്തായാലും നൈറ്റ് നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യല്ലേ? നൈറ്റ് അങ്ങോട്ട് പറ്റില്ല, നമ്മൾ അത് പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഒരു ടെൻ്റ് അടിച്ച് ഏറ്റവും മേളിൽ ആ ചന്ദനമരമൊക്കെ കിടക്കണടുത്ത്, അതിന്റെ തൈ, ചന്ദനമരത്തിന്റെ തൈ അതാ മുകളിലും, അതാ അതിന്റെ മുകളിലും, അതൊക്കെ തന്നെ അല്ലേ? ഇതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കുറെ കഴിയുമ്പോൾ വെട്ടിക്കൊണ്ട് പോകും. പിന്നെ എന്തായാലും നമുക്ക് മേളിലൊരു ദിവസം സ്റ്റേ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലടാ ബോസ്? ഓക്കെ അല്ലേ? മേളിലൊരു ദിവസം നമുക്ക് ചെയ്യാം. നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. അത് നോക്കണ്ട, ഇന്നിപ്പോ അവിടെ ഫുഡ് കഴിക്കാൻ തന്നെ പറ്റിയില്ല. എന്താ വെച്ചാൽ ആ സ്മെല്ലേ തുളച്ച് കയറും മൂക്കിലോട്ട് സ്മെല്ല്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം കഴിക്കണതിന് മുമ്പ് തന്നെ റിട്ടേൺ പോരും. പുറത്ത് പാറപ്പൊടി ഇല്ലല്ലോ. എൻ്റെ പുറത്തുണ്ടോ? ഇല്ല, എൻ്റെ ബാഗിൽ ബാഗ് എനിക്കവിടെ 3 നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്തായാലും സെറ്റാക്കി പോവല്ലേ നമുക്ക്? ഇനിയിപ്പോൾ ഞാൻ നേരെ അങ്ങ് പോട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോണേ? ഞങ്ങൾ അങ്ങോട്ട് പോവാണോ അതോ? ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. അമ്പലവേലി. ഇവനോ? ഞാൻ നേരെ വീട്ടിലോട്ട് പോകും. അതെ, കടൽമാട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഞാൻ നാളെ കാണുമോ? നാളെ വിളിക്കും അല്ലേ? ഒരു നാളെ നമുക്ക് എവിടെയെങ്കിലും പോയാലോ? നാളെ നോക്കാം അല്ലേ? അപ്പം ഞങ്ങൾ എന്തായാലും വിടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഓക്കെ താരെ, ഇനി അടുത്ത വീഡിയോ നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോസാണ്. അതെ, ഒക്കെ സെറ്റാണോ? ഡാമിൻ്റെ ഇറങ്ങി മീൻ പോയി. അപ്പോൾ ഓക്കെ, ഞങ്ങളെന്തായാലും വിടാനുള്ള പരിപാടിയാണ്. പറഞ്ഞ പോലെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഏതാ ഇതിന്റെ കമന്റ് കേട്ടോ? ഇതിൻ്റെ കമൻറ്റ് വേഗം ഇടണേന്ന്. അത്രയും ഡേഞ്ചർ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഓക്കെ, എല്ലാവരും പറഞ്ഞ പോലെ